കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഞങ്ങളെല്ലാം ഈ സിനിമയുടെ ഇൻഗ്രീഡിയൻസ് ആണ്. ഡയറി കുറിപ്പുകളാണ് ഒരു ഓൺലൈനായിട്ട് സിനിമയാക്കി മാറ്റി. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമ കിരീടം എന്ന് പറഞ്ഞ സിനിമയാണ്. എടാ കത്തിയിട മോനെ, എൻ്റെ അച്ഛനാ പറയുന്നത്. ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ടച്ചിങ് അത്. ആ ഡയലോഗ് നായകനാണ്. അപ്പൊ ഞങ്ങളൊക്കെ സൈഡ് ആക്ടേഴ്സ്. അല്ല അങ്ങനല്ല, ഞാനിതിൽ പുതിയതാണല്ലോ. കുഞ്ഞിലേ മുതൽ കണ്ടു വളർന്ന ഒരാളെ നേരിട്ട് ഇപ്പൊ കാണുന്നു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ കണ്ടുകൊണ്ടാണോ വളർന്നത്? ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് തിരിച്ചറിയാൻ, പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് തിരിച്ചറിയാൻ പറ്റും. എല്ലാവരും ഈക്വൽ ആണ് ഞാൻ അങ്ങനെ കാണും. പക്ഷെ എനിക്ക് ഈ ജോർജ് സാറിന്റെ ക്യാരക്ടർ എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഞാനായാലും ആങ്കറിങ് എന്റെ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അതെല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല. ഞാൻ അഭിനയിച്ച് പോയിട്ട് വ്യൂ പോയിന്റ് കൂടെ കാണുമോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുമോ ചെയ്യത്തില്ല. അങ്ങനെ സ്വഭാവം എനിക്ക്. രണ്ടാമത് റിവൈൻഡ് ചെയ്ത് കാണുന്ന സ്വഭാവമില്ല. ഞാൻ അഭിനയിച്ചു അതവിടെ കിടക്കട്ടെ. ഇനി എനിക്കൊന്നും കാണണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബി ഫോർ ബ്ലേസ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇനിയും സിനിമയുടെ ആക്ടേഴ്സ് ആണ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണ്. എങ്ങനെ പോകുന്നു ഇനിയും മൂവിയുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ? പ്രൊമോഷൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു. നമ്മൾ ആക്റ്റീവ് 27-നാണ് റിലീസ്. വളരെ ആക്റ്റീവായിട്ട് നമ്മൾ എല്ലാ ആളുകളും ഇപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ സഹകരിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ പ്രൊമോഷനൊക്കെ ചെയ്ത് വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നായകനാണ് എന്ത് തോന്നുന്നു? മെയിൻ ക്യാരക്ടർ ഞാൻ അങ്ങനെ ഈ ക്യാരക്ടറിന്റെ നായകനെന്നുകൊണ്ട് ഞാൻ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിലെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് ഇത് ചെറുതാണ് പുള്ളി, നായകനാണ്. അപ്പൊ ഞങ്ങളൊക്കെ സൈഡ് ആക്ടേഴ്സ്. അല്ല അങ്ങനല്ല, ഞാനിതിൽ പുതിയതാണല്ലോ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാല് അതേപോലത്തെ ഒരു കഥാപാത്രം ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ നോക്കി കാണുന്നത്. കാരണം നമുക്ക് സെൽഫായിട്ട് മാറ്റേണ്ടതായിട്ടുള്ള പലതും ഉണ്ടാവും. ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ ട്രെയിൻഡ് ആവാണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഗൈഡൻസ് ഒക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സാറ് പറഞ്ഞത്. ഫസ്റ്റ് ഫിലിമാണോ? ആദ്യത്തെ സിനിമ. ആദ്യത്തെ സിനിമ എന്ത് തോന്നുന്നു? ഞാൻ ആദ്യം എടുത്ത സിനിമ, ഒരുപാട് സിനിമ അഭിനയ മോഹം ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. പക്ഷെ ഇത് പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു. അപ്പൊ ഞാൻ കിട്ടിയ സിനിമയല്ലേ, നമുക്ക് ചെയ്യാം എന്ന ഒരു രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷെ ഈ സിനിമയുടെ ഇവിടെ വന്ന് ഇതിൽ തുടങ്ങി ഇതിന്റെ കഥയൊക്കെ കേട്ട് തുടങ്ങിയപ്പോൾ നമുക്കൊരു അതിലൂടെ താല്പര്യം, ഒരു സംതിങ് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നൊരു ഫീൽ തോന്നി. പിന്നെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ, കാരണം ഇത്ര ആർട്ടിസ്റ്റ് ഒന്നുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ സാറിനൊക്കെ ഞാൻ ഈ സെറ്റിലാണ് കാണുക, അല്ലാതെ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണ്. അപ്പൊ ഇവിടെ വന്ന് പിന്നെ അച്ഛൻ കഥാപാത്രം ചെയ്യുന്നത് ലിഷോയ് സാറാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ അറിഞ്ഞപ്പോ തന്നെ നമ്മൾ കുറെ കൂടി അഗ്രസീവ് ആവണമെന്ന് തോന്നലുണ്ടായി. അങ്ങനെ കുറെ കൂടി ആക്റ്റീവായി, സിനിമയോട് ഒരുപാട് സ്നേഹിച്ച് നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ ഒരുപാട് ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യാനുള്ള ശ്രമം നടത്തി. ജോർജ് ഏട്ടൻ, എനിക്ക് ആദ്യം തന്നെ പറയാൻ, കുഞ്ഞിലേ മുതൽ കണ്ടു വളർന്ന ഒരാളെ നേരിട്ട് ഇപ്പൊ കാണുന്നു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ കണ്ടുകൊണ്ടാണോ വളർന്നത്? ഞാൻ ചെറുതാ, ഇപ്പഴും ചെറുതാ. എത്ര വയസ്സിലാണ് എന്റെ സിനിമ കാണുന്നത്, സ്പടികം കാണുന്നത്? സ്പടികമൊക്കെ കാണാൻ ഒരു കുഞ്ഞിലെ LP-ലൊക്കെ പഠിക്കുമ്പോൾ ഓർമ്മയില്ല. കറക്റ്റ് ഒന്നാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലായിരിക്കും. ഓർമ്മ കാണത്തില്ല. പഠിച്ച പാടം തന്നെ ഓർമ്മയില്ല. സിനിമ കോളേജിൽ പഠിച്ചതേ ഓർമ്മയില്ല. അപ്പൊ ചേട്ടൻ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളിലൂടെയൊക്കെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം പെട്ടെന്ന് ഒരു ഹ്യൂമറിലോട്ടൊക്കെ വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം മായാമോഹിനിയിലെ ആ മണ്ടനായിട്ടുള്ള പോലീസിനെ എനിക്ക് ഭയങ്കര, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ഒരു മൂവിയില് എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്? ആക്ച്വലി ഇതിനകത്ത് അത്ര ഒരു കോമഡി ക്യാരക്ടറില്ല, കുറച്ച് സീരിയസ് ആണ്. അതായത് കോമഡി ഇല്ലാതല്ല, സീരിയസ് ആയിട്ടുള്ള ഒരു കോമഡി ഉണ്ട്. സീരിയസ് പെർഫോമൻസ് ആണ്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള വൈരം, അതാണ് ഇതിൻ്റെ ഒരു സംഭവം. അതിനകത്ത് കുറച്ച് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 2 നല്ല സുഹൃത്തുക്കൾ. എനിക്കൊരു അർഗീത് മാപ്പിള എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളാണ് എൻ്റെ അഡ്വൈസർ. അയാളുടെ പ്രൊമോട്ടർ ഞാനാണ്. അയാളെ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഫൈനാൻസായിട്ട് വളരെ വീക്കായ കാലത്ത് അയാൾക്ക് അഡ്വൈസ് കൊടുത്ത് അയാൾ വലിയൊരു പണക്കാരനായ അയാളൊരു ഫൈനാൻസ് കമ്പനി തുടങ്ങി. അങ്ങനെ കുറച്ച് മൂല്യങ്ങളുള്ള കഥാപാത്രമാണ്. ഒപ്പം ഇദ്ദേഹം ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലിക്കാരനായിരുന്നു. ആ ജോലിക്കാരൻ കുറച്ചൊന്ന് വഴിമാറിപ്പോയപ്പോഴത്തേക്കും ഞങ്ങൾ അദ്ദേഹത്തെ തകർക്കണം എന്നൊരു ചിന്ത വന്നു. അപ്പം എൻ്റെ മകനാണ് റിയാസ് ഖാനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള ചില റിഫ്റ്റുകളൊക്കെ ഉണ്ട്. കുറച്ച് നെഗറ്റീവ് ഉണ്ട്, കുറച്ച് പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് കൊണ്ട് മിക്സ് ആണല്ലോ.
ഇത് പക്ക നെഗറ്റീവ് അല്ല. പക്ക നെഗറ്റീവ് അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ എങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് തിരിച്ചറിയാൻ, പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മൾ രണ്ട് ഭാവങ്ങളും ഉണ്ട്. നമ്മൾ നന്മയുണ്ട് തിന്മയുണ്ട് അല്ലേ. നന്മ നമ്മൾ ഉയർത്തിപ്പിടിക്കും, തിന്മ സപ്രസ് ചെയ്യും. അതാണ് ഓരോ മനുഷ്യനിലുണ്ട്. നമ്മുടെ ചിന്തകൾ തന്നെ ഉണ്ട്. അത് മനസ്സിലുണ്ട്, ചിന്തകളിലുണ്ട്, ഇതെല്ലാം നന്മയും തിന്മയുണ്ട്. നന്മയും തിന്മയുടെ ഒരു മിശ്രിതമാണ് നമ്മൾ എന്താ പറയുന്നത്, കോമ്പിനേഷൻ. അതായത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നന്മയെ സ്വീകരിക്കുക, മുറുകെ പിടിക്കുക, തിന്മയെ ബഹിഷ്കരിക്കുക. ജീവിതത്തിൽ എല്ലാ സമയവും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകേണ്ട ഒരു പ്രതിഭാസം അത്. തിന്മയെ ബഹിഷ്കരിക്കുക, നന്മയെ സ്വീകരിക്കുക. അപ്പോൾ ചില കഥാപാത്രങ്ങളെ നന്മയെ സാംശീകരിച്ച് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഒപ്പം തന്നെ തിന്മയുടെ പ്രതീകങ്ങളും ആ മനുഷ്യനുണ്ടാവും. അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള കഥാപാത്രമാണ് എൻ്റെ. നന്മയുണ്ട് തിന്മയുണ്ട്. ഓക്കെ. ലിഷോ ചേട്ടനെ നമ്മള് എന്താ പറയാ, ഒരു അച്ഛൻ കഥാപാത്രങ്ങളിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു അച്ഛൻ എന്നൊക്കെ പറയാം. ഈ ഒരു ഫിലിമില് എന്ത് ടൈപ്പ് ഓഫ് ഇമോഷനാണ്? നല്ലൊരു അച്ഛൻ തന്നെ. ഇതിലും അച്ഛൻ ഒരു മിഡിൽ ക്ലാസ് അച്ഛൻ, സാധാരണ ഒരു മനയിലെ അച്ഛനായിട്ട് തന്നെ. മകൻ കുറച്ച് താൻ തോന്നി പോയപ്പോ ഇതാണ് മകൻ. ശാസിക്കുന്ന നല്ല മുഹൂർത്തങ്ങളും നല്ല അഭിനയിക്കാൻ പറ്റിയ കുറെ അവസരങ്ങളൊക്കെ ഉള്ളൊരു പടമാണ്. ഒരു ഫിലിം വർക്ക്ഔട്ട് ആവണമെങ്കിൽ എനിക്കൊന്നൊരു സംവിധായകരും ആക്ടേഴ്സും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അവിടെ ഒരു വലിയൊരു എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അത് ഈ ഒരു മൂവിയിൽ ഉണ്ടായിരുന്നു? സംവിധായകന്റെ മനസ്സിൽ കാണുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലുത്. ഒരു മനസ്സിൽ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. നമുക്ക് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പോലെ ചെയ്യാം. അതിൽ വല്ല തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ സംവിധായകൻ പറയും, നീ ഇത് കുറച്ചും കൂടി കൂട്ടി ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ചെയ്യും, അത്രയ്ക്ക് വേണ്ട. അങ്ങനെയാണ് ചെയ്യാറ് എല്ലാവരും. ഈ ഒരു ഫിലിമില് ജീവ സാർ, അതായത് ഒരു ക്യാരക്ടർ ഫോം ചെയ്യുമ്പം ഡയറക്ടർക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം ഈ ക്യാരക്ടറിന്റെ റിമോട്ട് ഇരിക്കുന്നത് ഡയറക്ടറില്ല. സ്റ്റാർട്ടിങ് കട്ട് പറയുക മാത്രമല്ല, ഇതിന്റെ റിമോട്ട് പുള്ളിയുടെയിലാണ്. അപ്പം നമ്മളുടെ അഭിനയത്തിന്റെ അതിർത്തി എത്രമാത്രം പോകണം, മുന്നോട്ട് വേണം പുറത്തോട്ട് വേണം, സ്കെയിൽ താക്കുകയും പൊക്കുകയും ചെയ്യേണ്ടത് റിമോട്ട് വഴിയാണ്. അത് ഡയറക്ടറാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു പക്ഷേ ഒരു കഥാപാത്രം ദേഷ്യപ്പെടുന്ന ഒരു കഥാപാത്രം നമ്മൾ ഓവറായിട്ട് ദേഷ്യപ്പെട്ട ഡയറക്ടർ അത്രയും വേണ്ട, കുറച്ച് ഡിഗ്രി കുറച്ചേക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ റിമോട്ട് ഉള്ളിടയിലാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ നമ്മുടെ സ്വതസിദ്ധമായ ശൈലി നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളെ ഒന്ന് കടിഞ്ഞാൻ പിടിക്കുന്നത് ഡയറക്ടറാണ്. ചിലർ ഡയറക്ടേഴ്സ് ആക്ടേഴ്സും അല്ലാതെ രണ്ട് കാറ്റഗറി ആയിട്ടുണ്ടല്ലോ. ജോർജ് ചേട്ടൻ ഏത് കാറ്റഗറിയിൽ വരും? ഞാൻ ഡയറക്ടർ പറയുന്നത് അനുസരിക്കും. അതെ, ഡയറക്ടർ ആക്ടറാണ്. ഡയറക്ടർ അൾട്ടിമേറ്റ്. കാരണം ഒരു പടത്തിന്റെ ഒരു കുടുംബത്തിന്റെ കാരണവർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞാൽ പുള്ളിയുടെ ഇഷ്ടം നമ്മൾ ചെയ്യാന്നുള്ളത്. നായിക ഫസ്റ്റ് ഫിലിം ആണോ? എങ്ങനെ ഇത്രയും സീനിയർ ആക്ടേഴ്സിന്റെ ഒക്കെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു തീർച്ചയായിട്ടും നല്ലൊരു എന്താ പറയുക, വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇനിയും എന്ന സിനിമയിൽ ബാനു എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത്. അമ്പലവാസി പെൺകുട്ടി, അമ്പലത്തിലെ ഇടയ്ക്കൊക്കെ വായിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ കൂടുതലും കഥ പറയാൻ പറ്റില്ല, അപ്പം അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ ആളെ കാണാൻ ഇപ്പോഴും ഒരു അമ്പലവാസിയായിട്ടുള്ള ഒരു നാടൻ പെൺകുട്ടി. എനിക്ക് ഇഷ്ടം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയാണ് റിയൽ ലൈഫിൽ. എനിക്ക് അതാണ് ഇഷ്ടം. അമ്പലവും നാട്ടുമ്പുറവും നമ്മുടെ നാടും. എൻ്റെ നാട്ടിൽ തന്നെയാണ് ഷൂട്ട് നടക്കുന്നത്. ഇനിയും മൂവിയുടെ ഷൂട്ട് നടന്നിരിക്കുന്നത് അവിടുത്തെ കാർത്തിയേനി ക്ഷേത്രത്തിലാണ് ഷൂട്ട് നടന്നിരിക്കുന്നത്. അവിടെ തൊട്ടടുത്തുള്ള ഇളവള്ളി എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ്. അപ്പോൾ ഈ അമ്പലം എനിക്ക് പരിചയമുള്ളതാണ്. അവിടെ തന്നെയാണ് ഈ ബാനുവിൻ്റെ വീടും ലൊക്കേഷനൊക്കെ വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഷൂട്ട് നടക്കുന്നതും ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കും. അപ്പോൾ ഈ ഭാനുവും റിയൽ ലൈഫിലെ ഭദ്രയല്ലേ, ഭദ്രയും തമ്മിലുള്ള സിമിലാരിറ്റീസ് എത്രത്തോളം? ഒരുപാടുണ്ട്. കാരണം അത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നതല്ല. ഇടയ്ക്ക് വായിക്കാറില്ല എന്ന് മാത്രം. സിനിമയിൽ ഇടയ്ക്ക് വായിക്കുന്ന സിറ്റുവേഷനിൽ അത് എനിക്ക് ഇടയ്ക്ക് പിടിക്കാൻ പോലും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത്
സനീഷിനെ അറിയുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ സനീഷിന്റെ കുറേ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ പിടിക്കേണ്ട രീതിയൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ആ സോപാന സംഗീതം കണ്ണടച്ചിരുന്ന് കേട്ട് അതിൻ്റെ താളം മനസ്സിലാക്കി ഒരു ബുക്കിൽ ഒരു കോല് കൊണ്ട് അത് തട്ടി 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 കണ്ണടച്ചിരുന്ന് തട്ടി തട്ടി ഇത് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 മാസം എടുത്തിട്ടുണ്ടായിരുന്നു അത് പ്രാക്ടീസ് ആക്കാൻ. ആ ഒരു അല്ലല്ല ആ ഓൾമോസ്റ്റ് കളിയൊക്കെ ഇരിക്കും. അതല്ല അത്രയും അല്ല അതൊന്ന് എനിക്ക് പറ്റാവുന്ന രീതിയിൽ അത് ഏറ്റവും ഭംഗിയാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയും എന്ന സിനിമയിൽ ഒരുപാട് അഭിനയിച്ച് തകർത്തു എന്നൊന്നും പറയാനില്ല. കാരണം ഒരുപാട് ബെറ്റർ ആക്കാനായിട്ട് ഇനിയും ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്കതിൻ്റെ എന്താ പറയുക ടെൻഷനും സ്റ്റാർട്ടിങ് ആണ് ക്യാമറയുടെ മുന്നിൽ പിന്നെ ഇത്രയധികം ആൾക്കാരുടെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, നമ്മൾ എന്താ പറയുക എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ചെറുതല്ല നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൻഷൻ വേണ്ട, റിലാക്സ് ചെയ്തിട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഭദ്ര ഇങ്ങനെയാണോ? ഭയങ്കര പാവം ഇങ്ങനെ തന്നെ അതോ ടയേർഡ് ആയിട്ടാണോ? അല്ല, ഭദ്ര എപ്പോഴും ഒരു കാമന്റ് ഒരു ക്വൈറ്റ് ആയിട്ട് സംസാരത്തിലും പ്രസന്റേഷനും ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, എനിക്കറിയില്ല. അതായത് ഈ ഭദ്രയുടെ ആവനാഴിയിൽ അഭിനയത്തിന്റെ ഒരുപാട് അമ്പുകളുണ്ട്. അതിൽ ഒരു അമ്പ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് അമ്പുകൾ ശേഷിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇനി പുറത്തെടുക്കാനുള്ളതാണ്. സമയമാകുമ്പോ എടുക്കും. ഇപ്പൊ ഈ ക്യാരക്ടർ എങ്ങനെയാ വെച്ചാൽ ഒരു ഗ്രാമീണ പെൺകുട്ടി. അത് ക്യാരക്ടറിന് പുറത്ത് വന്നിട്ടില്ലേ? അത് പ്രൊമോഷൻ കഴിഞ്ഞാലേ വരുള്ളൂ. അത് ഇത് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിലേക്ക് കയറുമ്പോണ്ടോ പുലിയായിട്ടായിരിക്കും. ഓരോ സിനിമയിലെ കഥാപാത്രം അനുസരിച്ചിട്ടാണ്. അതല്ല, നമുക്ക് അഭിനയിക്കുക എന്ന് പറയാം. നമ്മുടെ ക്യാരക്ടർ അഭിനയിക്കാൻ കുറച്ച് സമയത്തേക്ക് പറ്റുള്ളൂ. നമുക്ക് ഇത്രയും ഒരുപാട് നാള് നമുക്ക് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. റിയലായിട്ട് എല്ലാവരോടും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ്. അങ്ങനെയാണ് ഇവിടെ നിന്നൊക്കെ പഠിച്ച സീനിയർ ആക്ടേഴ്സിന്റെ ഒക്കെ എന്തൊക്കെ പഠിച്ചു? ഞാൻ ഫസ്റ്റ് ടൈമാണ് ജോസ് കാണുന്നത്. പിന്നെ ലീഷോയ് സാറെ കണ്ടിട്ടുണ്ട്. പക്ഷെ 1-2 ഷൂട്ടുകൾ തന്നെ നമ്മൾ 2-3 ദിവസത്തെ ഷൂട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അന്ന് എന്താ പറയുക നമ്മൾ ഇവരൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ച് അവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത് ശിവജി പുരോഹിത് സാറിൻ്റെ ഒരു സീനിലാണ്. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് നിന്നിട്ട് ഷൂട്ട് എടുക്കേണ്ട സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല എൻ്റെ ക്യാരക്ടർ. അപ്പോൾ അതിലൊരു സീൻ എന്ന് പറയുന്നത് ശിവജി പുരോഹിത് സാറിൻ്റെ ഒരു സീനിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സീനിയർ ആർട്ടിസ്റ്റിന് ഫസ്റ്റ് കൂടെ നിന്ന് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് അപ്രതീക്ഷിതമായിട്ടാണ് പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ ശിവജി സാർ ചെയ്യുന്ന സമയത്ത് അത് റിയലായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീല് വന്നത് അപ്പോഴാണ് സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുക മീൻസ് അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ്. പിന്നെ സാറിന്റെ കൂടെ ഒന്നും എനിക്ക് ആ സിറ്റുവേഷൻ കൂടുതൽ ഉണ്ടായിട്ടില്ല. കാരണം ഇത് എന്റെ അച്ഛനാണല്ലോ, അപ്പൊ നായയുടെ അടുത്ത് പോകുന്നത് അച്ഛൻ അറിയുന്നില്ലല്ലോ. വേണം പോവാൻ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ലൂസാവുക. നമുക്കൊരു ചെറിയൊരു ടാസ്ക്കാണ്, വലിയ ടാസ്ക് ഒന്നുമല്ല. ഇപ്പം ചേട്ടൻ ഒരു ദിവസം ഉറക്കം എണീക്കുകയാണ്. ഇപ്പം ചേട്ടൻ ഇപ്പം ക്യാരക്ടർ സ്വിച്ച് ചെയ്യണം. അതായത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ ആരാവും, എന്തുകൊണ്ട്? വ്യക്തിയാവണോ അതോ ക്യാരക്ടർ ആവണോ എന്നാണ് ചോദിക്കുന്നത്. വ്യക്തിയാവും. ഓക്കെ, അപ്പൊ ഇനിയും സിനിമയിലെ ക്യാരക്ടർ ആവണമെന്നല്ല, ഇനിയും സിനിമയുടെ അല്ല, പൊതുവെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഇരിക്കുന്ന വ്യക്തി നമ്മൾ ഇല്ല, നിങ്ങൾ 4 പേരില് ഈ 4 പേരിൽ ഒരാളായി മാറണോ? അങ്ങനെയാണോ? ഞാൻ മാറണമെങ്കിൽ ഭദ്രയായിട്ട് മാറണം. ഞാൻ ജോർജേട്ടനായി. അതെന്താ? ഭദ്ര എന്നെ ഇപ്പം നല്ല ശാലിന്റെ സുന്ദരിയായ ഒരു ഗ്രാമീണ സുന്ദരി, അതുപോലെ ഞാനും ആകാൻ ആഗ്രഹിക്കുക. സൗന്ദര്യം കണ്ടിട്ട് ജോർജേട്ടന്റെ ജാതി പിടിച്ചിട്ടുള്ള സാധനം. എന്തോ ജോർജേട്ടന്റെ ജാതി പിടിച്ചിട്ടുള്ള പോലീസായിട്ടുള്ള ഇവിടെ എനിക്കങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് മറ്റൊരാളാവുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഫണ്ണി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് ഈ പറഞ്ഞ പോലെ
ഇതിപ്പോ നമ്മൾ എനിക്ക് എല്ലാവരും ഈക്വലാണ് ഞാൻ അങ്ങനെ കാണും. പക്ഷെ എനിക്ക് ജോർജ് സാറിന്റെ ക്യാരക്ടർ എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. ഉണ്ട് അതുപോലെ തന്നെ എല്ലാരും കൂടെ അടിയായി ഫണ്ണി ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ കുഴപ്പമുണ്ട്. അല്ല ഞാൻ ഇപ്പോഴും പറഞ്ഞെന്തറിയോ, ജോർജ് സാറിന്റെ ക്യാരക്ടറിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് അച്ഛൻ കഥാപാത്രമായിട്ട് മാറാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതായത് മറ്റേ കസ്തൂരിമാനിലെ അച്ഛൻ കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് സമ്മതിച്ചില്ല. അയ്യോ അത് പറഞ്ഞു കേട്ടോ, ഞാനും ഭയങ്കര എനിക്ക് ഫേവറേറ്റ് മൂവിയാണ്, അതിൽ ഏറ്റവും ഫേവറേറ്റ് അച്ഛനുമാണ് ചേട്ടൻ്റെ കാര്യം. അപ്പൊ എല്ലാരെയും ഓക്കെ ആക്കിയിട്ടുണ്ട്, ആരും പിണങ്ങരുത് ട്രീറ്റ് ചെയ്യണല്ലോ അവിടെ. എന്നോടോ ആണാവും ഞാൻ തന്നെ ഇരിക്കട്ടെ. അല്ല അത് ഫണ്ണി ആയിട്ട് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു എന്തായാലും ഉത്തരം പറഞ്ഞേ പറ്റും. അപ്പൊ നമ്മുടെ എന്താ പറയാ, അതെ ജോർജേട്ടൻ അതല്ല റെസ്പെക്ട് മീൻസ് വലിയൊരാളെന്നുള്ള റെസ്പെക്ട് അല്ല അതിപ്പോ സ്റ്റാർട്ടിങ് അതാണ്. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നായികയുടെ അടുത്ത് വരാം. ഒരു സ്ത്രീ കഥാപാത്രം എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു സ്പേസ്, അതായത് അഭിനയിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അത്രയും പ്രാധാന്യം ഉള്ളൊരു കഥാപാത്രം തന്നെയാണോ ഇത്? ആദ്യത്തെ മൂവിയാണ്, അത്രയ്ക്കും പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകും. അതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു സിനിമ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഇനിയും നന്നായി ബെറ്റർ ആയിട്ട് ചെയ്യണമായിരുന്നു എന്ന് തോന്നി. ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയുക, അത്രയും നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. തോന്നലായിരിക്കും സീരിയസ്ലി അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നേരത്തെ പറഞ്ഞു സീരിയസ്ലി എനിക്ക് അങ്ങനെ സീരിയസ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജീവ സാറിന്റെ അടുത്തായാലും സാർ ഇങ്ങനെ ചെയ്തോട്ടെ, നമുക്കൊരു ക്യാരക്ടർ ആ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ സാർ ഞാനൊന്ന് ഇങ്ങനെ ചെയ്തു നോക്കി എന്ന് ചോദിക്കാനുള്ള ഒരു ഇപ്പോ അതിനുള്ളൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ അന്ന് പേടിയായിരുന്നു. പൊതുവെ ഭദ്ര നന്നായി ചെയ്തിട്ടോ. കാര്യം എന്താ അറിയോ, ഇപ്പൊ നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നവരും ഇപ്പൊ നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന എന്താ, ഇന്ന് കഴിഞ്ഞപ്പോ അതിന്റെ വിഷ്വല് കാണുമ്പോൾ അയ്യോ ഒന്നുകൂടി നന്നാക്കായിരുന്നു, അത് എല്ലാവർക്കും തോന്നുന്നത്. അപ്പൊ അത്തരത്തിലുള്ള തോന്നലായിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാവർക്കും തോന്നും. ഞാനായാലും ആങ്കറിങ് എന്റെ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും ഞാൻ അഭിനയിച്ച് പോയിട്ട് വ്യൂ പോയിന്റ് കൂടെ കാണുമോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുമോ ചെയ്യത്തില്ല. അങ്ങനെ സ്വഭാവമില്ല എനിക്ക്. രണ്ടാമത് റിവൈൻഡ് ചെയ്ത് കാണുന്ന സ്വഭാവമില്ല. ഞാൻ അഭിനയിച്ചു അതവിടെ കിടക്കട്ടെ. കാരണം നമ്മൾ കൊടുക്കുന്നത് അത് അൾട്ടിമേറ്റാണ്, ഇതിന് അപ്പുറത്തോട് കൊടുക്കാനും പറ്റത്തില്ല. ഭയങ്കര ആ കോൺഫിഡൻസിലേക്ക് നമ്മൾ എത്തണം എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. അതെ അതെ അതെ, ഉറപ്പായിട്ടും. എന്താണ് ഇനിയും ടൈറ്റിൽ? ഇനിയും എന്ന് പറഞ്ഞപ്പോൾ ഡയറക്ടർ സൂചിപ്പിക്കാറുണ്ട്, പല ഇന്റർവ്യൂവിലും പറയാറുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു റിപ്പീറ്റേഷനാണ് പല കാര്യങ്ങളും. നമ്മുടെ കുടുംബ ജീവിതത്തിൽ വരുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അമ്മ മകൻ അല്ലെങ്കിൽ അച്ഛൻ മകൻ അല്ലെങ്കിൽ ഒരു കാമുകൻ കാമുകി, അതുപോലെ അത്തരത്തിലുള്ള എല്ലാ രീതിയിലും. പിന്നെ അങ്ങനത്തെ ഒരു സിനിമയാണ്. കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാ ജനറേഷനും, ഇപ്പോൾ പ്രീവിയസ് ജനറേഷൻ ആണെങ്കിൽ ശരി, കറണ്ട് ജനറേഷൻ ആണെങ്കിലും എല്ലാ ജനറേഷനും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടന്റ് ഇതിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഇനിയും ഇതിന് രണ്ടാം ഭാഗം വരട്ടെ എന്നുള്ളതായിരിക്കാം ഇനിയും പ്രേക്ഷകർ കാണും, ഇനിയും കാണണം, ഇനിയും രണ്ടാം ഭാഗം വരട്ടെ എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ. മിക്കവാറും അത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലൈമാക്സ് അങ്ങനെയാണോ? ഇനി ഉണ്ടാവും അങ്ങനെയാണോ? ഒരു കാര്യം സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം. ഇനിയും കാണണോ? നിങ്ങൾ പറയുന്നില്ല, സിനിമ കാണുക, തീരുമാനിക്കുക. ഇനിയും എന്താണ് മീൻ ചെയ്യുന്നത്? ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടാവും, ഞങ്ങൾക്ക് ചെയ്യാനുണ്ടാവും, സിനിമയ്ക്ക് ചെയ്യാനുണ്ടാവും. എന്താണ് അത് മീൻ ചെയ്യുന്നുള്ളത് സിനിമ കണ്ടു കഴിയുമ്പോൾ തീരുമാനിക്കാം. പോരെ? ഇനിയിപ്പോൾ ഞാൻ ഡയറക്ടർ ഉണ്ടായിരുന്ന ഡയറക്ടറുടെ അടുത്ത് ചോദിക്കായിരിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഈ കാസ്റ്റ്? എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളെ തന്നെ കാസ്റ്റ് ചെയ്യാം, ഇത്രയും വലിയൊരു ക്രൂ ഉണ്ട് ആൻഡ് ന്യൂ ഫേസസ് ഉണ്ട്, അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ തിന്നായത്?
അതിന് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇതിപ്പോൾ ഈ ഒരു ഇതിന്റെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള സുധീർ സുബിയാണ്, അദ്ദേഹത്തിന്റെ ഒരു കഥയാണ്. അത് അദ്ദേഹം തന്നെ എഴുതി ഉണ്ടാക്കിയ, അദ്ദേഹത്തിന്റെ ഒരു നോട്ട്ബുക്കിൽ ഉണ്ടാക്കിയ ഒരു കഥയാണ് പിന്നീട് ഒരു സിനിമയുടെ ഒരു. അപ്പൊ ഇവർക്ക് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഈ ഡയറക്ടർ. അപ്പൊ ഇവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഇതെന്താണ്. ഇവർ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ വ്യക്തമായ ധാരണയുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെ ക്യാരക്ടേഴ്സ് വേണ്ടതെന്നുള്ളത്. ഈ ഓരോ ക്യാരക്ടേഴ്സും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും എല്ലാവരും ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. ഇവർക്ക് എല്ലാവർക്കും കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു ധാരണ ഇത് ഇദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കതിന്റെ ഉത്തരം പറയാനുണ്ട്. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ പായസം ഉണ്ടാക്കുന്ന ആൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു പക്ഷേ ചെറുപയർ കൊണ്ടുണ്ടാക്കും, പരിപ്പ് കൊണ്ടുണ്ടാക്കും, സേമിയ കൊണ്ടുണ്ടാക്കും, ഇല്ലേ? അപ്പോൾ ഏത് പായസമാണ് ഉണ്ടാക്കുന്ന ആദ്യം ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, തീരുമാനമുണ്ട്. പിന്നെ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം? ഞങ്ങളെല്ലാം ഈ സിനിമയുടെ ഇൻഗ്രീഡിയൻസാണ്. അതെന്ത് വേണം? അതായത് ശർക്കര ഇടേണ്ടി വരും, ചിലപ്പോൾ നട്ട്സ് ഇടേണ്ടി വരും, കടല ഇടേണ്ടി വരും, തേങ്ങാക്കൊത്തി ഇടേണ്ടി വരും, ഇതെല്ലാം പിന്നെ പാലൊഴിക്കേണ്ടി വരും. ഇതെല്ലാം കൂടി ചേർന്നാലേ ഉള്ളൂ പായസമാവുള്ളൂ, നല്ല പായസമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇതിൻ്റെ കൺസെപ്റ്റ് പുള്ളിയുടെ നേരത്തെ തന്നെ കൺസീവ് ചെയ്തിട്ടുണ്ട്. ആരെയും പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ. അപ്പോൾ ആരൊക്കെ ആയിരിക്കണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, പ്രീ ഡിറ്റർമൈൻഡാണ്. അങ്ങനെയാണ് ലിഷോയും ഉണ്ടായത്, സ്ഫടികം ഉണ്ടായത്, ഭദ്ര ഉണ്ടായത്. ഇങ്ങനെ പല ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബ്ലെൻഡാണ് ഇനിയും എന്ന സിനിമ. ഇനി ഒരുപാട് ക്യാരക്ടേഴ്സ് വരാനുണ്ട്, നാളെ അവരുടെ പ്രൊമോഷൻ ഉണ്ടാകും. അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു മിക്സാണ് ഒരു നല്ല സ്വാദുള്ള പായസമായി മാറട്ടെ ഇനിയും. എല്ലാവരും ആസ്വദിക്കട്ടെ. ഒരു ഫാമിലി എന്റർടൈനർ ആണല്ലോ. ചേട്ടൻ ഒരുപാട് സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിലിമിൽ ഈ ഒരു ഡയറക്ടറായിട്ടും ജീവ സാറുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കുള്ള ഒരു ക്വാളിറ്റി, ഡയറക്ഷനുള്ള ഒരു ക്വാളിറ്റി എന്താ ഫീൽ ചെയ്തത്? എന്നോടാണ് ലിസ്റ്റോയുടെ എനിക്ക് മനസ്സിലായി, കിട്ടില്ല. ഇപ്പോൾ ഒരുപാട് സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫിലിമിൽ ജീവ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആൾക്ക് ഉള്ളൊരു ക്വാളിറ്റി എന്താണ് ഫീൽ ചെയ്തത്? അതായത് ഈ സിനിമയുടെ പ്രത്യേകിച്ച് എന്നെ വിളിച്ചത് ഡയറക്ടർ ജീവനെ വിളിച്ചത്. അദ്ദേഹം ഒരു വളരെ ഹമ്പിൾ സിമ്പിൾ മാൻ. സിനിമയെ പറ്റി അറിയാം, നന്നായിട്ട് അറിയാം, മുമ്പ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വിളിയെ ഹോൾഡ് ചെയ്തു, മാനിച്ചു, എന്ന് കഥാപാത്രം അഭിനയിച്ചു. അങ്ങനെയാണ് പ്രൊഡ്യൂസർ പരിചയപ്പെടുന്നത്, ലിഷോയെ കണ്ടുമുട്ടുന്നത്. ഇങ്ങനെ ഒരുപാട് പേര് ഇവരൊക്കെ പരിചയപ്പെട്ടത് ഈ സിനിമ വഴിയാണ്. ഇനിയും എന്ന സിനിമ ഒരുപാട് പേരെ കണക്ട് ചെയ്തു, അല്ലേ? നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വലയം തന്നെ ഉണ്ടായി. ഇവരൊക്കെ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ഫ്രണ്ട്ഷിപ്പാണ്. ലിഷോയെ നേരത്തെ അറിയാം, പക്ഷേ ഇദ്ദേഹത്തെ ഞാൻ ഈ സിനിമയിൽ കാണുന്നത്, ഭദ്ര ഈ സിനിമയിൽ കാണുന്നത്, അവ നല്ല ഫ്രണ്ട്ഷിപ്പുകളുണ്ടായി. അതൊരു അസറ്റല്ലേ? നമുക്ക് സുഹൃത്ത് വലയം ഉണ്ടാകുക, അത് സുഹൃത്ത് വലയത്തെ വിപുലമാക്കുക, അത് ഈ സിനിമ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. ഡയറക്ടറെ പണ്ട് പോലെ എനിക്ക് അറിയാവുന്ന ആളാണ്. ഡയറക്ഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പറയാം. അതെ അതെ. ഇപ്പൊ ഓഡിഷൻ ത്രൂ ആണ് വന്നത്? അല്ലല്ല, ഞാൻ ഓഡീഷൻ ഉണ്ടായെന്ന് വെച്ചാൽ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് അങ്ങനെയാണ് വിളിക്കുകയുണ്ടായത്. എൻ്റെ ഒരു അങ്കിളിൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ വന്നു, എന്നോട് 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തു. ഓഡീഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവരുടെ ഒരു കോൺഫിഡൻസിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാനിപ്പോൾ ഇതിന്നൊക്കെ എക്സിറ്റ് ആയി നിൽക്കുകയാണ്, പക്ഷെ എന്നോട് 1 സീൻസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അങ്ങനെയാണ് ഇന്നായത്. ഇനി അങ്ങോട്ട് ഫുൾ ഫിലിം ആയിരിക്കും? ഒന്നും പറയാൻ പറ്റില്ല, ഇതെല്ലാം നമ്മുടെ കയ്യിലല്ലോ. ഇത് കണ്ടപ്പോൾ താങ്കൾ ഈ സിനിമ കാണുന്നു, അല്ലെങ്കിൽ താങ്കൾ എത്രമാത്രം ഈ സിനിമയെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇതിലെ കഥാപാത്രങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതേപോലെ ഒരു കഥാപാത്രമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതേപോലെ ഒരു കഥാപാത്രമാണ്. അപ്പൊ എന്നെ നിങ്ങൾ എത്രമാത്രം പ്രേക്ഷകരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്, എന്നാലേ നമുക്ക് ആഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. എന്നാൽ ഇനി എനിക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഡയറക്ടർ ഉണ്ട്, ഈ ഡയറക്ടറിന്റെ വർക്ക് ചെയ്താൽ എനിക്ക് കൊള്ളാമെന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? തീർച്ചയായും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു, നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലായിരുന്നു ലോഹിതാസ് സാറിന് താമസിച്ചത്. ലോഹിതാസ് സാറൊക്കെ പേഴ്സണലി എൻ്റെ അച്ഛനൊക്കെ ആയിട്ട് ഭയങ്കര, അച്ഛൻ പോലീസിലായിരുന്നു, അച്ഛനൊക്കെ ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ അത് ചെറുപ്പം പോലെ ഇദ്ദേഹത്തെ കണ്ട്, എൻ്റെ ഷൊർണൂരാണ് സ്ഥലം. അപ്പൊ ലോഹിതാസ് സാർ മിക്കവാറും ആ സ്ഥലം അവിടെയൊക്കെ ഉണ്ടാവും. അവിടെ ഒരു ഹോട്ടലുണ്ട്, ഷാലിമാർ എന്നൊരു ഹോട്ടലുണ്ട്, അവിടെ ഞാൻ ചായ കുടിക്കാൻ വരിക. ഞങ്ങളവിടെ പോയിട്ട് ലോഹിതാസ് സാറിനെ കാണാറൊക്കെ ഉണ്ട്, സംസാരിക്കാറുണ്ട്. സിനിമയെ ബന്ധപ്പെട്ടല്ല, എൻ്റെ ചെറുപ്പകാലത്തിൽ. അന്ന് മുതലേ അദ്ദേഹത്തിന്റെ സിനിമകൾ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമ കിരീടം എന്ന് പറഞ്ഞ സിനിമയാണ്. മോഹൻലാലിന്റെ. എപ്പോഴും ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് അറിയാം, പാട്ടെല്ലാം കേൾക്കും. ഞാൻ ആ സിനിമയിലെ ബാക്ക് സ്കോർ, അതിലെ ഫൈറ്റ് സീൻ, ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. സ്ഫടികം,
ഭയങ്കരമായിട്ട് നമ്മളൊക്കെ സ്വാധീനിക്കുന്ന കുറേ സിനിമകളുണ്ടല്ലോ. അതെ. അപ്പോൾ ലോഹിതദാസ് സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നിലവിലെ ഡയറക്ടേഴ്സ് എല്ലാവരും ഇപ്പം പേരെടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഡിഫറെന്റ് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ പേരെടുത്ത ഒരാളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും അടുത്ത എൻ്റെ മൂവി എനിക്ക് ഇന്ന ഡയറക്ടറിൻ്റെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായും സാർ, നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുള്ളൂ അല്ലേ. നമ്മൾ ആരാണെങ്കിലും ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ പേരെടുത്ത് പറയുന്നത് ഇപ്പോൾ ജോർജ് സാറ് പേരൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മളൊക്കെ ആ ലെവലിൽ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ എത്തണം എന്നുള്ളതാണ് ആദ്യം. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് നമ്മളവിടെ എത്തുമ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ സന്തോഷമായിട്ട് ചെയ്യും. അതിപ്പോൾ ഒരു ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തിന്റെ ഒക്കെ പടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. വീണ്ടും വിനയം. അല്ല, വിനയത്തിലല്ലോ, നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നാളെ പോലെ എനിക്ക് ആ പടത്തിൽ ഈ ഇത് റോള് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലോ. നമ്മൾ പഠിക്കുകയാണ്. ഇതൊരു ലേണിംഗ്, ഒരു സ്കൂൾ പോലെ നമ്മൾ കാണുന്നു ഈ സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോൾ ഓരോന്ന് പഠിക്കും, ഓരോ ആർട്ടിസ്റ്റുകളെ നമ്മൾ കാണുന്നു. അപ്പൊ അത് നമുക്ക് എപ്പോഴും ലേണിംഗ് പോയിന്റ് ആണ്. ഓരോ ദിവസവും നമ്മൾ രാവിലെ എണീറ്റ് പുറത്തിറങ്ങി തിരിച്ച് രാത്രി വീട്ടിലെത്തുമ്പോൾ നമ്മൾ എപ്പോഴും ആ പുറത്തു പോയ സമയം മുതൽ ഓരോ സെക്കൻഡ്സും നമ്മൾ ഓരോ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അതേപോലെ ഒരു ലേണിംഗ് ആണ് ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക്. ഓക്കെ, താങ്ക് യു. ഭയങ്കര ബ്യൂട്ടിഫുള്ളി പറഞ്ഞു. ഭദ്ര എങ്ങനെയാണ് ഈ മൂവിയിൽ ഉണ്ടാവുന്നത്? വരുന്നതോ ഞാൻ ഒരു ആൽബം സോങ് കുമ്മാട്ടി എന്ന് പറയുന്ന ഒരു ഓണത്തിൻ്റെ ഒരു ആൽബം സോങ്ങിൽ ചെയ്യുന്ന സമയത്ത് അവിടെ പുൽക്കളിക്കാരനായിട്ട് വിഷമം ചെയ്ത ജിജു ചേട്ടനാണ് എന്നെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ അവരെന്നെ കോണ്ടാക്ട് ചെയ്തു, നേരിട്ട് കണ്ടു. ഓക്കെ, അങ്ങനെ ഓക്കെ. ഓക്കെ, ലീഷൻസായിട്ട് നമ്മൾ ഒത്തിരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛനാണ് കൂടുതൽ അച്ഛൻ ക്യാരക്ടേഴ്സിൽ കാണാറുണ്ട്. എപ്പോഴെങ്കിലും എനിക്കൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ചെയ്ത തരാം ചേട്ടാ. എല്ലാവരും അങ്ങനത്തെ ടൈപ്പ് ആക്കി തന്നെ. എന്നാലും എന്തായിരിക്കും ആഗ്രഹം? ആഗ്രഹം എന്തെങ്കിലും ഒരു എനിക്ക് ഈ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സ്പടികം വിട്ട് കളിയില്ല. സ്പടികമാണ് ഇനി ചെയ്യേണ്ടത്. എല്ലാ ഡയറക്ടേഴ്സൊക്കെ കേട്ടോ, പക്ഷെ അത് വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു. അതല്ല ഈ ആഗ്രഹം പറഞ്ഞു. ഓക്കെ, ഞാനിനി ഒരു ഇത് ഫിലിമായിട്ട് റിലേറ്റഡ് അല്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് മൂവി ഉണ്ടാവും, ഇഷ്ടമുള്ള ഒരു മൂവി ഉണ്ടാവും. ആ മൂവി എൻ്റെ ഓർമ്മയിൽ നിന്ന് പോകണം ആൻഡ് റിഫ്രഷ് ആയിട്ട് എനിക്കത് ഇനി ഒന്നേന്നൊന്ന് കാണണം എന്ന് തോന്നുന്ന ഒരു മൂവി ഏതായിരിക്കും? ഇഷ്ടപ്പെട്ട മൂവി എങ്ങനെയാ നമ്മുടെ ഓർമ്മയിൽ പോവുക എന്നുള്ളത് ആദ്യം ചോദിക്കും. അങ്ങനെ ഒരു ആഗ്രഹം ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതെ, ഒരു ഫിലിം ഇപ്പോൾ മനസ്സിൽ പോയിട്ട് അത് ഒന്നേന്ന് കാണാൻ, അതായത് ആ ഫ്രഷ്നെസ്സോടെ ഇനിയും കാണണം, ഒന്നുകൂടി കാണണം. അതെ. എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മണിച്ചിത്രത്താഴ് കാണണമെന്നാണ്. ഓക്കെ, അത് അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു മൂവിയാണ്. അപ്പൊ അത് നമുക്ക് മറന്നു പോയിട്ട് സ്റ്റാർട്ടിങ് തൊട്ടത് എന്താ പറയാ അങ്ങനെ കാണണം എന്നുള്ളതാണ്. ഭയങ്കര നാഗവല്ലി എന്ന ക്യാരക്ടർ ശോഭന മാം ചെയ്തത് അത് അത്രയ്ക്കും, അത് നമുക്ക് എന്താ പറയാ ഡ്രീം ക്യാരക്ടർ എന്നൊക്കെ പറയാം. നീലി കാണുന്നു. ലോക അതല്ലാതെ മണിച്ചിത്രത്താഴിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. നാഗവല്ലി എന്ന ഒരു കഥാപാത്രം. ഭദ്രയ്ക്ക് ഇനി ഈ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഈ പറഞ്ഞ പോലെ നാഗവല്ലി അങ്ങനെയുള്ളൊരു മൂവിയിലൊക്കെ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അത് നടക്കട്ടെ. അടുത്ത ഭദ്രയുടെ ആഗ്രഹം ശോഭന ചെയ്ത ക്യാരക്ടർ ഇല്ലേ, മണിച്ചിത്രത്താഴ്, അടുത്ത ക്യാരക്ടർ. ഒരാൾക്ക് മണിച്ചിത്രത്താഴിലെ ആളാവണം, പടികാവണം. അല്ല, മണിച്ചിത്രത്താഴിലെ ശോഭന ചെയ്ത ക്യാരക്ടർ, ആ ക്യാരക്ടർ പേരുന്ന നാഗവല്ലി. നാഗവല്ലി. അടുത്ത ഒരു നാഗവല്ലിയായിട്ട് മാറിയാണ്. ന്യൂ ജനറേഷൻ നാഗവല്ലിയാണ്. ചേട്ടൻ ഏത് പടമാണ് പുള്ളി മറന്നിട്ട് അതിനൊന്നേന്ന് ആ ഒരു ഫ്രഷ്നെസ്സിൽ കാണണം എന്ന ആഗ്രഹം തോന്നിച്ചത്? കാണണം. എനിക്ക് കുറെ പടങ്ങളുണ്ട്. എനിക്ക് ആക്ഷൻ പടങ്ങളാണ് ഇഷ്ടം. ഓ, എനിക്കിപ്പോ അടുത്ത കാലത്ത് ഇഷ്ടമായത് ലോകയിൽ. അതാണ് ലോകം പറയാം. 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത്രയും ഭയങ്കര പേഷ്യൻസ് അല്ലെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളാണ്, പക്ഷെ ഇഷ്ടമുള്ള പടം ആക്ഷൻ മൂവീസ്. ചേട്ടൻ ഇനി ആക്ഷൻ മൂവിയിൽ കാണണം. എനിക്ക് ഒരു പടം, കുറച്ചേറെ പടങ്ങൾ, ഒരു പടം ഞാൻ പറയാം, മലയാളം പറയാം, ഓൺലൈനിൽ പടം കിരീടം.
എനിക്ക് വീണ്ടും കണ്ട അതിനകത്തെ പാട്ടുകളും പിന്നെ സീക്വൻസ് ഉണ്ടല്ലോ, ഫൈറ്റ് സീൻ്റെ സീക്വൻസ്, പിന്നെ തിലകൻ്റെ പെർഫോമൻസ്, എടാ കത്തിയിടാൻ പറഞ്ഞ എൻ്റെ അച്ഛനാ പറയുന്നത് ആ ഡയലോഗൊക്കെ എനിക്ക് ഭയങ്കര ടച്ചിങ് ആണ് ആ ഡയലോഗുകളൊക്കെ. പിന്നെ ലാലിൻ്റെ അഭിനയം, പിന്നെ കീരിക്കാടൻ വില്ലനായിട്ടാണേലും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വില്ലൻ. അത് നമുക്കൊരു വെറുപ്പ് തോന്നും, എന്നാലും പുള്ളി നമ്മുടെ മനസ്സിലൊരു സ്നേഹം തോന്നുന്ന ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് ഉള്ള ഹിന്ദി പടത്തിൽ കൂലി, അമിതാഭ് ബച്ചൻ്റെ പല പടങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിരീടം എന്നെ സ്വാധീനിച്ചൊരു സിനിമയാണ്. എൻ്റെ അച്ഛൻ പോലീസ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ സ്വാധീനങ്ങൾ എനിക്കുണ്ട്. പക്ഷെ വീണ്ടും എല്ലാം മറന്ന് റിഫ്രഷ് ചെയ്ത് കാണണം എന്ന് തോന്നുന്ന മൂവി ഇൻ ഹരിഹർ നഗറാണ്. കാരണം ആ സിനിമയിലെ കോമഡി അത് അന്നും ആ ട്രെൻഡ്, അന്നത്തെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ അന്നും അതേപോലെ തന്നെയാണ്, ഇന്നും അതിൽ യാതൊരു മാറ്റമില്ല. ഒരു കുട്ടീനെ പ്രപ്പോസ് ചെയ്യാൻ നോക്കുന്ന സമയങ്ങളും അതിലൊന്നും ആ ഒരു പാറ്റേൺ ഭയങ്കര, എത്ര കാലം കഴിഞ്ഞാലും അതിൽ ഒരു ഡിഫറൻസും വരുന്നില്ല. അതെനിക്ക് ഭയങ്കര ഒരു അത് ഭയങ്കര നമ്മൾ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കും ഓരോ സമയം, എത്ര കണ്ടാലും നമുക്കത് മതിയാവില്ല. അപ്പൊ അത് ഓരോ സീൻ, അപ്പൊ ഗോവിന്ദകുട്ടി സാറെ സമയം എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത സീൻ കാണിക്കുന്ന ഇയാളെ കെട്ടി തൂക്കുന്ന, അപ്പൊ ഇതൊക്കെ വെച്ചാൽ നമ്മൾ റിഫ്രഷ് ചെയ്ത് നമ്മളെ എന്തെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടിൽ വിഷമത്തിലേക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ സിനിമകൾ കോമഡി കാണാനാണ് ആഗ്രഹം. അപ്പൊ ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹം. അങ്ങനെ ചോദിച്ച ചോദ്യത്തിന് ഉള്ള മറുപടി അതാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്ക് ടു ഇനിയും എന്താണ് ഈ ഫിലിമിൽ തിരക്കഥയില് നിങ്ങൾ ആകർഷിച്ച ഒരു ഘടകം? എല്ലാവരും പറയാം. തിരക്കഥയിൽ എന്നെ ആകർഷിച്ച എൻ്റെ കഥാപാത്രം തന്നെ. ഞാൻ എനിക്കും അങ്ങനെ തന്നെ എൻ്റെ കഥാപാത്രം. പിന്നെ നമ്മൾ അതോടെ നമ്മൾ ആദ്യം കേട്ടത് നമ്മുടെ കഥാപാത്രമാണല്ലോ, പിന്നെ മറ്റുള്ള കഥാപാത്രം നമ്മൾ അഭിനയിച്ചുകൊണ്ട് കണ്ടതാണ്, നമ്മൾ അന്വേഷിക്കാതിരിക്കാണ്ട് അവരെന്തെങ്കിലും ചെയ്യട്ടെ. അവരുടെ ഭാഗങ്ങൾ അവർ വിജയിപ്പിച്ചാൽ സിനിമ വിജയിച്ചു അല്ലേ. ഓരോരുത്തർക്കും പ്രത്യേക റോളുകളുണ്ട്. എനിക്ക് എൻ്റെ റോള്, ലിസോയ്ക്ക് ലിസോയുടെ റോള്, ഭദ്രന് ഭദ്രൻ്റെ റോള്, ഭദ്രയ്ക്ക് ഭദ്രയുടെ റോള്, അതെല്ലാം വിജയിപ്പിച്ച് കഴിഞ്ഞാൽ സിനിമ, അത് സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ സിനിമ വിജയിച്ചു. എന്നാലും സിനിമയുടെ ഒരു അടിത്തറ എന്ന് പറയുമ്പോൾ തിരക്കഥയാണല്ലോ, അപ്പൊ അതിനുള്ളുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം. അത് ഈ തിരക്കഥയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ കഥാകൃത്ത്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളാണ് ഒരു ഓൺലൈനായിട്ട് സിനിമയാക്കി മാറ്റി, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് എല്ലാം. അപ്പോൾ ഇത് അനുഭവമുള്ള ഒരു സ്റ്റോറി, അതായത് കഥാപാത്രങ്ങളെല്ലാം ജീവനുള്ള കഥാപാത്രങ്ങളാണ്. സിനിമയ്ക്കൊരു ലൈഫുണ്ട്, ആ ലൈഫ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ലൈഫുള്ള സിനിമയാണ്. ഇനിയും കൂടുതൽ ലൈഫ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഇനിയും ഉണ്ട് അല്ലേ? ഇവിടെ എങ്ങനെയാണ് തിരക്കഥയ്ക്ക് ഉള്ളുണ്ടോന്നാണ് ചോദിക്കുന്നത്. പ്രൊഡ്യൂസർ അപ്പുറത്തുണ്ട്. തിരക്കഥയ്ക്ക് ഉള്ളുണ്ടോന്നുള്ളതല്ല എൻ്റെ ചോദ്യം, അല്ല എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചൊന്നറിയില്ല, നമ്മുടെ കേരളത്തിലെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു സാധാരണക്കാരനെ സ്വാധീനിക്കുന്ന സിനിമ. പിന്നെ അതിൽ കുറെ ഒരു നമ്പൂതിരി തറവാടുകൾ, അതുപോലെ അവരുടെ ഒരു ജീവിത ശൈലികൾ, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നമ്മൾ മറന്നുപോയ കുറേ കാര്യങ്ങൾ. നമ്മൾ ഓണം വിഷു ഒക്കെ വരുന്ന സമയത്ത്, നമ്മൾ അങ്ങനത്തെ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത്തരത്തിലുള്ള പിന്നെ കൊയ്ത്തുത്സവം എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ കാലത്തെ ആളുകൾക്കൊന്നും ചിലപ്പോൾ അത് അറിയില്ല. ഈ സിനിമയിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ അതൊരു പുതിയ അറിവാണ്. ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ ഒരു പൂജയൊക്കെ നടത്തും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമുക്കൊരു പുതിയ ഇൻഫർമേഷൻസാണ്. തിരക്കഥയിൽ ഒരുപാട്, ആ തിരക്കഥയിൽ ഇങ്ങനത്തെ കുറേ എലമെന്റ്സ് കൊടുന്നിട്ട് ആ തിരക്കഥ സ്ട്രോങ് ആക്കി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സാധനം എനിക്ക് എന്റെ പെർസെപ്ഷനിൽ ഞാൻ നോക്കി കണ്ടത് അങ്ങനെയാണ് കേട്ടോ. അതിൽ ചില കാര്യങ്ങൾ കഥ കേട്ടപ്പോ എന്തായിരുന്നു? എനിക്ക് ഇതുപോലെ എന്താ പറയാ, നാട്ടുമ്പുറം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നത്. കേട്ടപ്പോൾ തന്നെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, ഒരു അമ്പലവാസി പെൺകുട്ടിയായിട്ടാണ് ഭാനു എന്ന കഥാപാത്രം വരുന്നത്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഉണ്ടായത്. അതിലെ കോസ്റ്റ്യൂം ആയാലും മീൻസ് അങ്ങനെയൊക്കെ ധാവണി, സെറ്റുമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഈ നാട്ടുമ്പുറം, പച്ചപ്പും അമ്പലക്കുളവും അങ്ങനെയൊക്കെയുള്ള പാടവും അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ക്യാരക്ടർ ആദ്യമായിട്ട് തന്നെ എടുത്തു വന്നപ്പോൾ ചെയ്യാം. പിന്നെ ഒരുപാട് സന്തോഷം, അഭിമാനം. എല്ലാവരും ഇത്രയും സീനിയർ ആർട്ടിസ്റ്റുകളുള്ളൊരു മൂവി, അതൊക്കെ വലിയൊരു അഭിമാനം. നമ്മുടെ ഷൂട്ട് നടക്കുമ്പോ വേനൽക്കാലത്തായിരുന്നു, അമ്പലക്കുളത്തില് വെള്ളമില്ല, പച്ചപ്പുണ്ടായിരുന്നു.
എന്നാലും പിന്നെ ഈ സോങ്ങിനായിട്ട് ഞങ്ങള് പാലക്കാട്, കൊല്ലങ്കോട്, പൊള്ളാച്ചിയൊക്കെ പോയി. ഭയങ്കര രസമായിട്ടുള്ള ഓർമ്മകളായിട്ടോ അതൊക്കെ. ഭയങ്കര രസമായിരുന്നു. ഓക്കെ, ഫൈനലി ഇനിയും എന്തുകൊണ്ട് പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കാണാം എന്ന് പറയാം? നല്ലൊരു കുടുംബ ചിത്രമാണ്. ചിത്രമോ അത് എന്തുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ സിനിമ പോലെ അല്ലാതെ കുറച്ച് മുൻപത്തെ നമ്മുടെ പ്രൊഡ്യൂസർ സുധീർ സാറിന്റെ ആ ഒരു കാലഘട്ടത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ആ ഒരു കുറച്ച് ബാക്കിലേക്ക് പോയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പൊ ആ ഒരു സിനിമ നമ്മൾ വീണ്ടും ആ ഒരു കാലഘട്ടത്തെ സിനിമ വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പൊ അതെന്ത് തന്നെയായാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടന്മാര് ആൻഡ് സുനീഷ് ആൻഡ് ഭദ്ര സനീഷ് സോറി പേര് മാറ്റി പറഞ്ഞു. ഓക്കെ, താങ്ക് യു സൂര്യ. ഇത്രയും നേരം ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്തതിന് നല്ല സരസമായിട്ട് ഓർമ്മിപ്പിക്കാതെ ചോദ്യങ്ങൾ ചോദിച്ചതിന് നന്ദി. ഇനി നമുക്ക് കാണണം മൂവീസ് ആയിട്ടൊക്കെ. താങ്ക് യു സോ ആദ്യം മച്ച്. ഇനിയും കാണും പോയിട്ട്. ഇനിയും കാണും. ഇനിയും കാണും. ഓക്കെ, താങ്ക് യു.